Hello students, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. Show that the system of equation x plus 2y plus 3z plus 3t equal to 3, x plus 2y plus 3t equal to 1, x plus z plus t equal to 3, x plus y plus z plus 2t equal to 1 has no solution. നമുക്കിവിടെ 4 ഇക്വേഷൻസ് ഉള്ള ഒരു സിസ്റ്റമാണ് തന്നിരിക്കുന്നത്. എക്സ് വൈ ഇസഡ് ടി 4 അൺനോൺസും 4 ഇക്വേഷൻസും ഉള്ള ഒരു സിസ്റ്റമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടോ, അതാണെങ്കിൽ സിസ്റ്റത്തിൽ സൊല്യൂഷൻ ഇല്ല എന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റമാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്കും കോഎഫിഷ്യന്റ് മെട്രിക്സ് എയുടെ റാങ്കും സെയിം ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം അത് ചെക്ക് ചെയ്ത് നോക്കാം. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്കും എയുടെ റാങ്കും സെയിം ആണ്. Okay, so from this equation, first we consider the corresponding matrix equation. The coefficient matrix first row become 1. From the first equation we get the first row of the coefficient matrix is 1 2 3 3, that is 1 2 3 3. Then from the second equation, coefficient of x1, coefficient of y2, coefficient of z 0, coefficient of z 0, coefficient of t 3. So the second row become 1 2 0 3. This 1 2 0 3. Then from the third equation, coefficient of x is 1, coefficient of y is 0, coefficient of z is 1, coefficient of t is 1. So we get the third row is 1 0 1 1 1 0 1 1. And the last equation, from the last equation, coefficient of x1, coefficient of y1, coefficient of z1, coefficient of t2. So the last row is 1 1 1 2 1 1 1 2. So that's the coefficient matrix into unknowns x y z t, column matrix x y z t equal to the right side matrix, right side values. It's a column matrix 3 1 3 1. It's a column matrix 3 1 3 1. So this is the coefficient matrix A, and this is unknowns x, and this is the column matrix B. So that is of the form Ax equal to B form. Ax equal to B form. A into x equal to B form. Okay. So this is the coefficient matrix capital A. So next we consider the augmented matrix AB. Augmented matrix AB, which is equal to augmented matrix AB equal to coefficient matrix ലാസ്റ്റ് കോളമായിട്ട് ഏതോടെ കൂട്ടിച്ചേർക്കുന്നു, ബി എന്ന് പറയുന്ന ഈ കോളം മെട്രിക്സോടെ കൂട്ടിച്ചേർക്കും. സോ ഇത് നമ്മുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എ ആണ്. അതിൻ്റെ ലാസ്റ്റ് കോളമായിട്ട് ബിയുടെ കൂട്ടിച്ചേർത്തപ്പോൾ നമുക്ക് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് കിട്ടി, എ ബി കിട്ടി. ദെൻ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ, ഫസ്റ്റ് നമുക്ക് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്കും എയുടെ റാങ്കുമാണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റോ എഷലോൺ ഫോം കണ്ടുപിടിക്കുക ബൈ യൂസിങ് ദ എലമെൻ്ററി റോ ഓപ്പറേഷൻസ്. ഓക്കെ, ചെയ്ത് നോക്കുക. എലമെൻ്ററി റോ ഓപ്പറേഷൻസിലൂടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റോ എഷലോൺ ഫോം ആദ്യം കണ്ടുപിടിക്കുക. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, സോ ലാസ്റ്റ് നമുക്ക് സ്റ്റെയർ സ്റ്റെപ്പ് മെട്രിക്സ് അല്ലെങ്കിൽ റോ എഷലോൺ മെട്രിക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ലാസ്റ്റ് റോ എഷലോൺ മെട്രിക്സ് ഈസ് 1 2 3 3 3 0 -2 -2 -2 0 0 0 -3 0 -2 0 0 0 0 -2/3. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ദാറ്റ്സ് എ റോ എഷലോൺ ഫോം ഓഫ് ഓർ സ്റ്റെയർ സ്റ്റെപ്പ് ഫോം ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി. അപ്പോൾ ഇവിടെ നമുക്ക് എ ബിയുടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് കിട്ടി. അപ്പോൾ ഇതാണ് എ ബിയുടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. അതോടൊപ്പം തന്നെ എ ബിയുടെ റോ എഷലോൺ ഫോം അല്ലെ സ്റ്റെയർ സ്റ്റെപ്പ് ഫോം നമുക്ക് കിട്ടി. അതോടൊപ്പം തന്നെ എയുടെ സ്റ്റെയർ സ്റ്റെപ്പ് ഫോമും ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ് ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ്. സോ എ ബിയുടെ റോ എഷലോൺ ഫോം കണ്ടുപിടിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ശരിക്കും എയുടെ റോ എഷലോൺ ഫോമും ഈ കൂടെ തന്നെ കണ്ടുപിടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇവിടെ കിട്ടുന്ന ഈ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് എയുടെ റോ എഷലോൺ ഫോമാണ്. ദാറ്റ് ഈസ് 1 2 3 3 0 -2 -2 -2 0 0 -3 0 0 0 0 0 എന്ന് പറയുന്നത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത എ എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സിൻ്റെ റോ എഷലോൺ ഫോമാണ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എ ബിയുടെ റോ എഷലോൺ ഫോമും കിട്ടി. അതോടൊപ്പം തന്നെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എയുടെ റോ എഷലോൺ ഫോമും കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ ആദ്യം നമുക്ക് എ ബിയുടെ റാങ്കിലേക്ക് പോകാം. ജസ്റ്റ് എ ബി എന്ന് പറയുന്നതിൻ്റെ റോ എഷലോൺ ഫോമാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ അവിടെ എത്ര നോൺ സീറോ റോസ് ഉണ്ട്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ലാസ്റ്റ്. സോ 4 നോൺ സീറോ റോസ് ആണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റോ എഷലോൺ ഫോമിലുള്ളത്. അതുകൊണ്ട് തന്നെ
എ ബിയുടെ റാങ്ക്, ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്ക് എത്രയാണെന്ന് കിട്ടും? 4 എന്ന് കിട്ടും. ഇനി ഇവിടെ നമ്മൾ എയുടെ റോ എഷലോൺ ഫോം ഇതായിരുന്നു, ഈ മെട്രിക്സ് ആയിരുന്നു എയുടെ റോ എഷലോൺ ഫോം എന്ന് പറയുന്നത്. ഇവിടെ എത്ര നോൺ സീറോ ഉണ്ട്? ഫസ്റ്റ് റോ നോൺ സീറോ ആണ്, സെക്കൻഡ് റോ നോൺ സീറോ, തേർഡ് റോ നോൺ സീറോ, ലാസ്റ്റ് റോ കംപ്ലീറ്റ് സീറോ റോ ആണ്. അപ്പോൾ എത്ര നോൺ സീറോ റോയേ ഉള്ളൂ? 3 നോൺ സീറോ റോയേ ഉള്ളൂ. ഓഗ്മെൻറ്റഡ് കോഎഫിഷ്യന്റ് മെട്രിക്സ് എയുടെ റോ എഷലോൺ ഫോമിൽ 3 നോൺ സീറോ റോസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എയുടെ റാങ്ക് എന്ന് പറയുന്നത് 3 ആണ് വരിക. ദറ്റ് ഈസ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു 3, but rank of augmented matrix AB equal to 4, that is rank of A not equal to rank of the augmented matrix AB. Therefore നമുക്ക് എന്ത് പറയാം? Hence the system has no solution. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ, നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷനെ പറ്റി നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം അതിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തതിന് ചെയ്യുക. ദാറ്റ് മീൻസ് റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകുക. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമുക്കിവിടെ കിട്ടി. Hence Ax equal to B has no solution. Okay. Next, for what values of alpha? Next question. For what values of alpha does the system has a solution, and for that alpha value find its solution? അപ്പോൾ നമുക്കൊരു സിസ്റ്റം തന്നിട്ടുണ്ട്. x minus 3y minus z minus 10t equal to alpha, x plus y plus z equal to 5, 2x minus 4t equal to 7, x plus y plus t equal to 4. 4 ഇക്വേഷൻസ് ഉള്ള 4 അൺനോൺസ് എക്സ് വൈ ഇസഡ് ടി, 4 ഇക്വേഷൻസും 4 അൺനോൺസുമുള്ള ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ, സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആവുന്ന കേസാണ്. ദാറ്റ് ഇസ് റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആകണമെന്നുണ്ടെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്തായിരിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൽഫയുടെ വാല്യൂ എന്തായിരിക്കണം? ഇനി അത് ആൽഫയ്ക്ക് ആ ഒരു വാല്യൂവിൽ കൺസിസ്റ്റൻ്റ് ആണ്, സൊല്യൂഷൻ ഉണ്ട് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ എന്താണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് ഇക്വേഷൻ എഴുതുക. അതിനുശേഷം നമുക്ക് എ ബിയുടെ റാങ്കും എയുടെ റാങ്കും കണ്ടുപിടിക്കാം. അതെപ്പോഴാണ് ആൽഫയ്ക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് എ ബിയുടെ റാങ്കും എയുടെ റാങ്കും ഈക്വൽ ആകും? അതാണ് നമ്മൾ ആദ്യം ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് റൈറ്റ് ദ കറസ്പോണ്ടിങ് matrix equation. The coefficient matrix become first row 1 minus 3 minus 1 minus 10. Coefficient of x, coefficient of y, coefficient of z, coefficient of t. From the second equation, coefficient of x 1, coefficient of y 1, coefficient of z 1, coefficient of t 0. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ഓർഡറിൽ തന്നെ നിങ്ങൾ എഴുതുക. സോ 1 1 1 0, that is second row. From the third equation, coefficient of x2, coefficient of y 0, coefficient of z 0, coefficient of t minus 4. So the third row is 2 0 0 minus 4. And from the last equation, coefficient of x1, coefficient of y 1, coefficient of z 0, coefficient of t 1. Order തന്നെ പോകണം, 1 1 0 1. Okay, into unknowns x y z t equal to right side matrix, that is right side values alpha 5 7 4. Okay, then ആദ്യം നമ്മളിതിനെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് കൺസിഡർ ചെയ്യാം. കോഎഫിഷ്യന്റ് മെട്രിക്സ് എയുടെ ലാസ്റ്റ് കോളമായിട്ട് നമ്മൾ എന്തുകൂടെ കൂട്ടിച്ചേർക്കുന്നു? ലാസ്റ്റ് കോളമായിട്ട് നമ്മൾ ബി എന്ന് പറയുന്ന കോളം മെട്രിക്സോട് കൂട്ടിച്ചേർത്തു. ദാറ്റ് ഈസ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി. ഓക്കെ, ഇനി അതിനെ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് റോ എഷലോൺ ഫോം അല്ലെങ്കിൽ സ്റ്റെയർ സ്റ്റെപ്പ് ഫോം കണ്ടുപിടിക്കുക. എലമെൻ്ററി റോ ഓപ്പറേഷൻസിലൂടെ സ്റ്റെയർ സ്റ്റെപ്പ് ഫോം അല്ലെങ്കിൽ റോ എഷലോൺ ഫോം കണ്ടുപിടിക്കുക. ഓക്കെ, സോ ചെയ്ത് നോക്കുക, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. സോ ലാസ്റ്റ് എനിക്ക് അതിൻ്റെ സ്റ്റെയർ സ്റ്റെപ്പ് ഫോം കിട്ടുന്നുണ്ട്. ഗെറ്റ് ദ സ്റ്റെയർ സ്റ്റെപ്പ് ഫോം. ഓക്കെ, ഇറ്റ്സ് എ സ്റ്റെയർ സ്റ്റെപ്പ് ഫോം. ഇനി ഇതിനൊരു സിസ്റ്റത്തിനൊരു സൊല്യൂഷൻ ഉണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സിസ്റ്റത്തിന് ഇവിടെ ഒരു സിസ്റ്റത്തിനൊരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ കേസിൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്കും കോഎഫിഷ്യന്റ് മെട്രിക്സ് എയുടെ റാങ്കും സെയിം ആയിരിക്കണം. ഇവിടെ നമ്മൾ എയുടെ റോ എഷലോൺ ഫോം നമുക്കിവിടെ കിട്ടുന്ന ഇതാണ് അല്ലേ. എ എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് മെട്രിക്സിൻ്റെ റോ എഷലോൺ ഫോം എന്ന് പറയുന്നത് 1 minus 3 minus 1 minus 10, 0 4 2 10, 0 0 minus 1 1, ആൻഡ് ലാസ്റ്റ് റോ 0 0 0 0 കംപ്ലീറ്റ് 0 ആണ്. അപ്പോൾ കോഎഫിഷ്യന്റ് മെട്രിക്സ് എയുടെ റാങ്ക് എത്രയാണ് കിട്ടുക? അല്ലെങ്കിൽ ഈ റോ എഷലോൺ ഫോമിൽ 3 നോൺ സീറോ റോസ് ആണുള്ളത്. എയുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എയുടെ റോ എഷലോൺ ഫോം കണ്ടുപിടിച്ചപ്പോൾ അവിടെ 3 നോൺ സീറോ റോസ് ആണുള്ളത് അല്ലേ. 3 നോൺ സീറോ റോസ് ആണുള്ളത്. ലാസ്റ്റ് റോ കംപ്ലീറ്റ് 0 ആണ്. അതുകൊണ്ട് തന്നെ എയുടെ റാങ്ക് കോഎഫിഷ്യന്റ് മെട്രിക്സ് ക്യാപിറ്റൽ എയുടെ റാങ്ക് എന്ന് പറയുന്നത് 3 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്ക് എയുടെ റാങ്കിനോട് സെയിം ആയിരിക്കണം. ദാറ്റ് ഈസ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്ക് നമുക്ക് എത്ര തന്നെ കിട്ടണം? 3 കിട്ടണം അല്ലേ. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റോ എഷലോൺ ഫോമാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ.
ഈ ഫുൾ മെട്രിക്സ് എന്ന് പറയുന്നത് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റോ എഷലോൺ ഫോമാണ്. ഇവിടെ നമുക്ക് എത്ര നോൺ സീറോ റോ കിട്ടണം? എയുടെ റാങ്കിനോട് സെയിം ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 3 നോൺ സീറോ റോ ആണ് ഈ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റോ എഷലോൺ ഫോമിൽ നമുക്ക് 3 നോൺ സീറോ റോസ് ആണ് കിട്ടേണ്ടത്. ദാറ്റ് മീൻസ് ഇതിലെ ലാസ്റ്റ് റോ കംപ്ലീറ്റ് എന്തായി പോകണം? ലാസ്റ്റ് റോ കംപ്ലീറ്റ് 0 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് റോ കംപ്ലീറ്റ് 0 ആകണമെന്നുണ്ടെങ്കിൽ -1 + ആൽഫ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന ടൈം 0 ആയിരിക്കണം. ദാറ്റ് ഇസ് എ കണ്ടീഷൻ. ഓക്കെ, അതാണ് കണ്ടീഷൻ. അപ്പം ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്കും എയുടെ റാങ്കും സെയിം ആകണമെന്നുണ്ടെങ്കിൽ -1 + ആൽഫ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന ടൈം എന്തായിരിക്കണം? 0 ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിൽ നമുക്ക് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് ആൽഫ വാല്യൂ നമുക്ക് എന്താണെന്ന് പറയാം. ഹിയർ റോ റാങ്ക് ഓഫ് എ ഈക്വൽ ടു 3. സോ ടു എക്സിസ്റ്റ് എ സൊല്യൂഷൻ റോ റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി must be equal to 3. That is possible only if -1 + alpha divided by 2 equal to 0. That implies alpha equal to 1. സോ ആൽഫ ഈക്വൽ ടു 1 ആകുമ്പോൾ മാത്രമേ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷന് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ദാറ്റ് ഈസ് ആ ഒരു കേസിൽ മാത്രമേ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്കും എയുടെ റാങ്കും ഈക്വൽ ആകത്തുള്ളൂ, 3 ആകത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി ആ സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ അപ്പോൾ ജസ്റ്റ് ഫോർ ആൽഫ ഈക്വൽ ടു 1 നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. സോ ആൽഫ ഈക്വൽ ടു 1 നമ്മുടെ സിസ്റ്റത്തിൽ ആൽഫ ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് നമ്മൾ ചേഞ്ച് ചെയ്തു. ദെൻ അതിന് ശേഷം നമ്മൾ എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് ലാസ്റ്റ് വരുമ്പോൾ ആൽഫ ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് ആൽഫ ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഇവിടെ എല്ലാം ആൽഫ ഈക്വൽ ടു 1 ലാസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന മെട്രിക്സ് നിങ്ങൾ ഇവിടെ എല്ലാം ആൽഫയ്ക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമ്മുടെ മെട്രിക്സ് എങ്ങനെ മാറും? നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത് ഈ രീതിയിൽ ചേഞ്ച് ആവും. ദാറ്റ് ഈസ് -1 -3 -1 -10 1 0 4 2 10 4 0 0 -1 1 -1 ലാസ്റ്റ് റോ കംപ്ലീറ്റ് 0. ദെൻ ഇതിനെ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഇവിടെ നമ്മൾ ഇത് നമ്മുടെ എഷലോൺ ഫോമാണ്. ഇവിടെ നമ്മൾ ഇതിനെ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഹെർമൈറ്റ് ഫോം നമ്മൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഹെർമൈറ്റ് ഫോം കണ്ടുപിടിക്കണം. എലമെൻ്ററി റോ ഓപ്പറേഷൻസിലൂടെ ഇതിൻ്റെ ഹെർമൈറ്റ് ഫോം കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് മുമ്പ് നമ്മൾ ആ തിയറം പറഞ്ഞതനുസരിച്ച് n-p എത്ര അൺനോൺസിന് ആർബിട്രറി വാല്യൂ അസൈൻ ചെയ്യണമെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. n-p അൺനോൺസിനാണ് ആർബിട്രറി വാല്യൂ അസൈൻ ചെയ്യുന്നത്. ഇവിടെ n എന്ന് പറയുന്നത് എയുടെ നമ്പർ ഓഫ് കോളംസ് ആണ്, അല്ലെങ്കിൽ അൺനോൺസിൻ്റെ എണ്ണമാണ്. ഇവരെ അൺനോൺസ് എന്ന് പറയുന്നത് x, y, z, t. അതുതന്നെയാണ് എയുടെ നമ്പർ ഓഫ് കോളംസ്. എക്ക് 4 കോളംസ് ആണുള്ളത്. സോ n എന്ന് പറയുന്നത് 4 ആണ് വരിക, n ഈക്വൽ ടു 4. ഇനി p എന്ന് പറയുന്നത് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്കും എയുടെ റാങ്കും സെയിം ആണെന്ന് നമുക്കറിയാം. ആ റാങ്കിനെയാണ് നമ്മൾ p എന്ന് വിളിക്കുന്നത്, സ്മോൾ p. സോ ഇവിടെ റാങ്ക് നമുക്ക് 3 ആണ് കിട്ടുക, എയുടെ റാങ്ക് 3 ആണ്. സോ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്കും 3 ആണ്. ആൽഫ ഈക്വൽ ടു 1 ആവുന്ന കേസിൽ നമുക്ക് കിട്ടി. സോ p എന്ന് പറയുന്നത് 3 ആണ്. സോ n-p ബിക്കം 4 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് x, y, z, t എന്ന് പറയുന്ന അൺനോൺസിൽ ഏതെങ്കിലും ഒരു അൺനോണിന് ആർബിട്രറി വാല്യൂ അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് മനസ്സിലാക്കട്ടെ. നെക്സ്റ്റ് നമ്മളിനി ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റോ എഷലോൺ ഫോം നമ്മളോട് കണ്ടുപിടിച്ചു. ഇനി അതിൻ്റെ ഹെർമൈറ്റ് ഫോം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എലമെൻ്ററി റോ ഓപ്പറേഷൻസിലൂടെ ഹെർമൈറ്റ് ഫോമിലേക്ക് എത്തിച്ചിരിക്കുകയാണ്, സൊല്യൂഷനിലേക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കി. ഈ മെട്രിക്സിൻ്റെ ഹെർമൈറ്റ് ഫോം കണ്ടുപിടിക്കുക. ഈ മെട്രിക്സിൻ്റെ ഹെർമൈറ്റ് ഫോം. ഓക്കെ, എലമെൻ്ററി റോ ഓപ്പറേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്ത് നോക്കുക. സോ ലാസ്റ്റ് നമുക്ക് ഹെർമൈറ്റ് ഫോം കിട്ടുന്നുണ്ടല്ലേ? ഇറ്റ്സ് ഹെർമൈറ്റ് ഫോം അല്ലേ? ഓക്കെ, അതെ. ഇവിടെ 3 ലീഡിങ് നോൺ സീറോ പിവറ്റ് എലമെൻറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ നോൺ സീറോ റോസിലെ 3 ലീഡിങ് നോൺ സീറോ എൻട്രീസ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളത്തിലെ എല്ലാ എൻട്രീസിനെയും നമ്മൾ 0 ആക്കിയിട്ടുണ്ട്. ഇതൊരു എഷലോൺ ഫോം മെട്രിക്സ് ആണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു തരുന്നു. അപ്പോൾ ദാറ്റ്സ് എ ഹെർമൈറ്റ് ഫോം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തിയറം അനുസരിച്ച് നമ്മൾ എ ബി എന്ന് പറയുന്ന മെട്രിക്സ്, എ ബി എന്ന് പറയുന്ന ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഇതായിരുന്നു നമ്മുടെ എ ബി എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതായിരുന്നു, കറസ്പോണ്ടിങ് ബി എന്ന് പറയുന്ന കോളം മെട്രിക്സ് ഇതായിരുന്നു, ലാസ്റ്റ് കോളം മെട്രിക്സ് ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഫോം ചെയ്ത ഹെർമൈറ്റ് മെട്രിക്സ് ആണ് എഴുതിയിരിക്കുന്നത്, ആ മെട്രിക്സിന് കറസ്പോണ്ടിങ്. സോ അവിടെ എയുടെ കറസ്പോണ്ടിങ് ഹെർമൈറ്റ് ഫോം എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? ഈ മെട്രിക്സ് ആണ് എയുടെ ഹെർമൈറ്റ് ഫോം. കോഎഫിഷ്യന്റ് മെട്രിക്സ് എയുടെ ഹെർമൈറ്റ് ഫോം നമുക്ക് കിട്ടി 1 0 0 -2 0 1 0 3 0 0 1 -1 ലാസ്റ്റ് റോ കംപ്ലീറ്റ് 0. സോ എയുടെ ഹെർമൈറ്റ് ഫോം അതിനെയാണ് നമ്മൾ H
അല്ലെങ്കിൽ എച്ച് ഓഫ് എ എന്നാണ് നമ്മൾ ആ തിയറത്തിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് വേണമെങ്കിൽ എച്ച് ഓഫ് എ എന്ന് പറയാം. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതാണ് എയുടെ ഹെർമൈറ്റ് ഫോം, അതുകൊണ്ട് നമ്മൾ അതിനെ എച്ച് ഓഫ് എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇനി ബി എന്ന് പറയുന്ന കോളം മെട്രിക്സും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ചേഞ്ച് ചെയ്ത് വന്ന് ലാസ്റ്റ് ഇവിടെ നമുക്ക് ബി എന്ന് പറയുന്ന കോളം മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന കോളം ഇതാണ്. അതിനെ നമ്മൾ സി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക, സി എന്ന് വിളിക്കാം. സോ നെക്സ്റ്റ് വി കൺസിഡർ ഏത് ഇക്വേഷൻ കൺസിഡർ ചെയ്യുക? എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമ്മൾ ഏത് സിസ്റ്റം കൺസിഡർ ചെയ്യുക? എച്ച് ഓഫ് എ ഇൻറ്റു എക്സ് ഈക്വൽ ടു ഏതാ? ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോളം സി ആണ്. സോ എച്ച് ഓഫ് എ അല്ലെങ്കിൽ എച്ച് ഇൻറ്റു എക്സ് ഈക്വൽ ടു സി എന്നുള്ള എച്ച് എക്സ് ഈക്വൽ ടു സി എന്നുള്ള ആ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുക. സോ ഇത് രണ്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെയും സൊല്യൂഷൻസ് സെയിം ആണ് നമുക്കറിയാം. എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ഒരിക്കലും സൊല്യൂഷൻസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സൊല്യൂഷൻസ് ചേഞ്ച് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ തന്നെയാണ് എ എക്സ് ഈക്വൽ ടു ബിയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വി കൺസിഡർ ദ സിസ്റ്റം എച്ച് എക്സ് ഈക്വൽ ടു സി എന്നുള്ള സിസ്റ്റം കൺസിഡർ ചെയ്യുക. ഇവിടെ എച്ച് എന്താണെന്ന് ഞാൻ പറഞ്ഞു, സി എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ അതിനെ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ചേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് this is our h of a, and this is x, and this is the column matrix C. കിട്ടിയല്ലോ. സോ എച്ച് എക്സ് ഈക്വൽ ടു സി എന്നുള്ള സിസ്റ്റം കൺസിഡർ ചെയ്തു. ഓക്കെ, ദെൻ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 7/2 + 2t, വൈ ഈസ് ഈക്വൽ ടു 1/2 - 3t, ഇസഡ് ഈസ് ഈക്വൽ ടു 1 + t. അപ്പോൾ നമ്മൾ എക്സിനെ ടി എന്ന് പറയുന്ന അൺനോൺ അല്ലെ ടി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ടേമിൽ എഴുതി, വൈയെ ടിയുടെ വെയിറ്റ് ടേമിൽ എഴുതി, ഇസഡിന് ടിയുടെ വെയിറ്റ് ടേമിൽ എഴുതി. ദാറ്റ് മീൻസ് ഇവിടെ ടിയെ നമുക്ക് എക്സ് വൈ ഇസഡ് ടി ആയിരുന്നു നമ്മുടെ അൺനോൺസ്. നമുക്ക് n-p കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് 1 ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഏതെങ്കിലും ഒരു അൺനോണിന് ആർബിട്രറി വാല്യൂ അസൈൻ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് നമ്മളിവിടെ ടി എ എന്ന് പറയുന്ന അൺനോണിന് ആർബിട്രറി വാല്യൂ അസൈൻ ചെയ്തു. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് എക്സ് എന്ന് പറയുന്നത് വി റൈറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 7/2 + 2t, y ഈസ് ഈക്വൽ ടു -3t + 1/2, and z ഈസ് ഈക്വൽ ടു t + 1 and t, t. എക്സ് വൈ ഇസഡ് ടി മൂന്നെണ്ണം ഉണ്ട്. എക്സ് നമുക്ക് കിട്ടി, വൈ നമുക്ക് കിട്ടി. സൊല്യൂഷൻ വെക്ടറിനെ പറ്റി ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ എക്സ് എടുക്കുമ്പോൾ സൊല്യൂഷൻ വെക്ടറിനെ നമുക്ക് വേണമെങ്കിൽ കോളം മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2t + 7t, y ഈസ് ഈക്വൽ ടു -3t + 1/2, z ഈസ് ഈക്വൽ ടു t + 1 ഉണ്ട്. ഓൾറെഡി ഒരു ടിയും കൂടെ ഉണ്ട്, ടി. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ വെക്ടർ എക്സ് എന്ന് പറയും, സൊല്യൂഷൻ വെക്ടർ എന്ന് പറയും. അപ്പോൾ ഇവിടെ ടിക്ക് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ എക്സും വൈയും ഇസഡും വാല്യൂ കിട്ടിക്കൊണ്ടിരിക്കും അല്ലേ. ടിക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2 + 7/2, വൈ ഈക്വൽ ടു -3 + 1/2, ഇസഡ് ഈസ് ഈക്വൽ ടു 1 + 1 ആൻഡ് ടി ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതൊരു സൊല്യൂഷനാണ്. ഇനി ടിക്ക് 0 ആണ് കൊടുക്കുന്നതെങ്കിൽ വി ഗെറ്റ് അനദർ എക്സ് വൈ ഇസഡ് ടി വാല്യൂ. ടിക്ക് 3 കൊടുക്കുക. ടിക്ക് ഏത് വാല്യൂ? ടി ഈസ് ആൻ ആർബിട്രറി നമ്പർ. ടി എന്ന് പറയുന്നത് ആർബിട്രറി നമ്പറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടിക്ക് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ സൊല്യൂഷൻ കിട്ടും. ദാറ്റ് ഈസ് തന്നിരിക്കുന്ന സിസ്റ്റത്തിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? വേർ ടി ഈസ് ആൻ ആർബിട്രറി നമ്പർ, വേർ ടി ഈസ് ആർബിട്രറി. ഓക്കെ.